പ്രവചിക്കപ്പെട്ടതുപോലെ ന്യൂനമർദ്ദം അതിൻ്റെ ശക്തിയും പ്രതാപവും സ്വാധീനവും ചിലയിടങ്ങളിലെങ്കിലും യു എയിൽ നിന്ന് കാണിച്ചു. കടൽ പ്രക്ഷുബ്ധമായി. ഫുജേറയിൽ ശക്തമായ കാറ്റുവീശി. ഫുജേറയിൽ പലയിടങ്ങളിലും കനത്ത മഴയും ലഭിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഗെയിലിലും കൽബയിലും ഫുജേറയുടെ മറ്റു ചില ഭാഗങ്ങളിലും വ്യക്തമായി ശക്തമായ കനത്ത മഴ തന്നെ കിട്ടി. കൊർഫക്കാനിൽ മഴ പെയ്തു. കൽബ റിംഗ് റോഡിൽ നല്ല മഴ കിട്ടി എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഷാർജയുടെ പല ഭാഗങ്ങളിലും വരികയാണ്. അതുപോലെ ഇതേ ന്യൂനമർദ്ദം ഡിസംബർ 19 വരെ നിലകൊള്ളും എന്ന് തന്നെയാണ് ഇപ്പോഴും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട അലർട്ടുകൾ നൽകിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമൊക്കെ ശക്തമായ തണുപ്പാണ് യു എയിൽ പരക്കെ അനുഭവപ്പെടുന്നത് എന്ന കാര്യം പനിയുടെയും ചുമയുടെയും ജലദോഷത്തിൻ്റെയും അസ്കതയുള്ളവർ, പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിടിക്കാൻ സാധ്യതയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈദുൽ ഫിത്തറിൻ്റെ അവധി ദിവസങ്ങളെക്കുറിച്ചുള്ള സൂചന നേരത്തെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ 3-4 ദിവസങ്ങളിൽ ഏതെങ്കിലും രാജ്യത്തൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ പ്രേക്ഷകരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ ഈ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെയൊക്കെ ചെയർമാൻ പലപ്പോഴും ഒരു മുൻകരുതലെന്ന രൂപത്തിൽ മുന്നറിയിപ്പ് പോലെ ചില കാര്യങ്ങൾ പറയാറുണ്ട്. ഇത്തവണ 2026 ഫെബ്രുവരി 19 റമദാൻ ആരംഭിക്കുക എന്ന സൂചന ഈ സൊസൈറ്റി നൽകുമ്പോൾ 30 ദിവസവും നോമ്പുണ്ടാവാനുള്ള സാധ്യതയിലേക്കാണ് വരുന്ന റമദാൻ പോകുന്നത് എന്ന സൂചന കൂടി സൊസൈറ്റി നൽകുമ്പോൾ കണക്കനുസരിച്ച് മാർച്ച് 19, 20, 21, 22 ദിവസങ്ങളിലായിരിക്കാം അവധി. അപ്പോൾ ഞായറാഴ്ച രാത്രിയോടുകൂടി അവധി അവസാനിക്കും. പിന്നെ 23-ാം തീയതി തിങ്കളാഴ്ചയായിരിക്കും ഓഫീസുകളൊക്കെ പ്രവർത്തിക്കുക. അപ്പം 4 ദിവസം അങ്ങനെ ചേർത്ത് അവധി കിട്ടാനുള്ളൊരു സാധ്യതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ കുപ്രസിദ്ധമായ ആക്രമണം കഴിഞ്ഞ ദിവസം നടത്തിയ ആൾ ഇന്ത്യക്കാരനാണ് എന്ന രൂപത്തിൽ വിവരം കിട്ടിയിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് തെലങ്കാന പോലീസും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. 27 കൊല്ലം മുമ്പ് ഒരു പ്രവാസിയെപ്പോലെ നാടുവിട്ട സാജിദ് അക്രം എന്നയാളാണ് ചില തീവ്രവാദ സങ്കല്പങ്ങൾക്കൊക്കെ വശംവദനായിക്കൊണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഇങ്ങനെ ഒരു കിരാതമായ പ്രവർത്തനം ചെയ്തത് എന്ന കാര്യം തെളിഞ്ഞിരിക്കുകയാണ്. ഇയാളെക്കുറിച്ച് നാട്ടിൽ പറയുന്നത് നാട്ടിൽ കേസുകളൊന്നുമില്ല. ഈ നാട്ടിൽ നിന്ന് 27 കൊല്ലം മുമ്പ് 98 അവിടെ നിന്ന് വിട്ടുപോയിട്ട് അധികമൊന്നും നാട്ടിലേക്ക് വന്നിട്ടില്ല. വല്ലപ്പോഴും മാത്രം 4-5 തവണ ഇതിനകം വന്നിട്ടുണ്ടാകാം എന്ന് പറയുന്നുണ്ട്. പിതാവ് മരിച്ചപ്പോൾ പോലും അങ്ങോട്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല. നാട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഓസ്ട്രേലിയയിൽ ചെന്നിട്ടാണ്, അവിടുത്തെ പൗരത്വമൊക്കെ കിട്ടിയതിന് ശേഷമാണ് മനസ്സ് മാറ്റവും ആശയങ്ങളിലെ മാറ്റവും ഒക്കെ വന്നിരിക്കുന്നത് എന്ന സൂചനയിലേക്ക് പോലീസും എത്തുകയാണ്. നല്ലൊരു ജോലിയും വരുമാനവും ഒക്കെ പ്രതീക്ഷിച്ച് യു എയിലേക്ക് വന്ന ആളുകൾ യു എയിൽ നിന്നുകൊണ്ട് പിന്നെ എവിടെയൊക്കെ പോയി ഒന്നുകൂടി നില മെച്ചപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുടെ മുന്നിലേക്കാണ് വളരെ പ്രശസ്തമായ കഴിഞ്ഞ 2 പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഒരു കൺസൾട്ടൻസി ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഞങ്ങളോട് പറയുന്നത്. പ്രത്യേകിച്ച് നഴ്സുമാർ എന്ന വിഭാഗം. അവർക്കിപ്പോൾ കാനഡയിൽ പോയി ജോലി നോക്കണമെങ്കിൽ വലിയ ശമ്പളം കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പ്ലേസ്മെൻറ്റ് അത്ര എളുപ്പമല്ല. ഈ 20 വർഷത്തെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് എഡ്യു റിക്രൂട്ട് ഫോർ യു എന്ന കൺസൾട്ടൻസി പറയുന്നത് വളരെ എളുപ്പത്തിൽ അത് സാധ്യമാക്കാൻ പറ്റുന്ന വിദ്യ ഉണ്ട് എന്നാണ്. അതിനവർ പറയുന്ന പ്രാക്ടിക്കലായിട്ടുള്ള വിശ്വസനീയമായ മാർഗം എൻക്ലക്സ് RN എന്ന് പറയുന്ന ട്രെയിനിങ് നിങ്ങളുടെ കൈവശമുണ്ടോ? ആളുകൾ വിചാരിക്കും ഒരുപാട് കാശ് കൊടുക്കണം, നടക്കാത്ത കാര്യമാണ്. പക്ഷേ 80% സക്സസ് റേറ്റിലാണ് എഡ്യു റിക്രൂട്ട് ഫോർ യു അക്കാര്യം സാധ്യമാക്കി കൊടുക്കുന്നത്. അവരുടെ ലെഗസിയും പാരമ്പര്യവും അങ്ങനെയാണ്. അത് ഒരു വിഷയം. അതുമാത്രമല്ല, എൻക്ലസ് മാത്രമല്ല, പിന്നീട് അതിൻ്റെ പ്ലേസ്മെൻറ്റിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, ലൈസൻസ് കിട്ടാൻ വേണ്ടിയുള്ള സഹായം, ഈ 3 ഘട്ടം ഉണ്ടെങ്കിൽ പിന്നെ കാശൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത്തരത്തിൽ പ്ലേസ്മെൻറ്റ് ഉറപ്പാക്കി കൊടുത്ത 100 കണക്കിന് ആളുകളുടെ പിൻബലത്തിലാണ് എഡ്യു റിക്രൂട്ട് ഫോർ യു ഇപ്പോൾ പറയുന്നത് നല്ല സമയമാണിത്. നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചിട്ട്, അതും ചാർജ് ചെയ്യുന്നതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി ഈ പറയുന്ന ഞങ്ങൾ മനസ്സിലാക്കിയിടത്തോളം എഡ്യു റിക്രൂട്ട് ഫോർ യു അല്ല, എവിടെ പോയാലും ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണ് എന്നുള്ള മനസ്സിലാക്കി വെക്കണം. ആധികാരികമായിട്ടുള്ള കൺസൾട്ടൻസികളും ഏജൻസികളും പറയുന്ന കാര്യം എന്താണെന്നൊന്ന് മനസ്സിൽ സേവ് ചെയ്ത് വെക്കണം. 6 മാസം വരെയുള്ള ഓൺലൈൻ കോഴ്സിന് നമ്മുടെ സമയത്തിനനുസരിച്ച് ലോകത്ത് എവിടെ ഇരുന്നു കൊണ്ടും പരിശീലിക്കാൻ പറ്റിയ സംവിധാനം, ഏറ്റവും പുതിയ ടെക്നോളജിയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്ന ഈ സമ്പ്രദായത്തിന് 6 മാസത്തേക്കുള്ള ഫീസ് 1350 ദിർഹം മുതലാണ്. ഇതിലൊക്കെ മാർക്കറ്റിൽ 5000 8,000 വാങ്ങിയിട്ട് ആളുകൾ ചൂഷണം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കണം.
അപ്പോൾ അതാണ് എഡ്യു റിക്രൂട്ട് ഫോർ യു ഞങ്ങളോട് പറയുന്നത്. നമ്മുടെ പ്രേക്ഷകരോട് നഴ്സുമാർ ഈ കാനഡയിലൊക്കെ പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർ അവർക്ക് ഏതായാലും എൻക്ലക്സ് എന്ന് പറയുന്ന ആ ഒരു സംഗതി എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഇത് പറയണമെന്നാണ്. നിങ്ങൾ വേണ്ടപ്പെട്ടവരെ അറിയിക്കണം. സംശയമുള്ളവർക്ക് ഇതൊക്കെ വിളിച്ചു ചോദിക്കാം. 050-580-2383 ഈ നമ്പറിൽ വിളിച്ച വാട്സപ്പും ഉണ്ട്. എല്ലാ സംശയങ്ങളുടെയും മറുപടി കിട്ടും. കാനഡ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നഴ്സുമാരുണ്ടെങ്കിൽ അവരിലേക്ക് വിവരം എത്തിക്കണം. Night updates supported by Prime Health, Hashim Hypermarket, Kalyan Jewellers, Lulu, Partha Signature, Abu Shagara Sharjah, White House Advocates and Legal Consultants, Tasi Gold and Diamonds, eLessons.net, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Gold Star Rent-A-Car, Al Lusud Cargo, Areen Group of Companies, Ayurmana Ayurveda and Panchakarma Center.